ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹലോ സഹോദരങ്ങളെ, ചില ആൾക്കാർക്ക് ഒരു ഗുഡ് മോർണിംഗ്, ചില ആൾക്കാർ ഗുഡ് ആഫ്റ്റർനൂൺ, ചില ആൾക്കാർ ഗുഡ് നൈറ്റ്. ഓരോ സമയത്തല്ലേ. പിന്നെ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം ഈ പറഞ്ഞതിന്റെ ഒക്കെ മുകളിൽ അതാണ് കേട്ടോ. കർത്താവിനാണ് സ്തുതിയും മഹത്വം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലേ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വലിയൊരു കൃപയുടെ അഭിഷേകമല്ലേ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ. കർത്താവിന്റെ കരുണയാലും ഞാൻ കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ. പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. ഒരുപാട് സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറിഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ടോക്കിന്റെ കുടുംബമില്ല, അങ്ങനെയല്ല, നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞവർക്ക് വേണ്ടി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ ടോക്ക് കേൾക്കുന്നവരായിട്ട് മരിച്ച പിന്നെ സ്വർഗത്തിൽ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഇതെന്താ വെച്ചാല് നമ്മുടെ കുടുംബങ്ങളെ മരണം വഴി വേർപിരിഞ്ഞ എല്ലാവർക്കും വേണ്ടി ഒരു നന്മറും ചൊല്ലി പ്രത്യേകമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ദിവസമാണ്, കർത്താവിന്റെ ദിവസമാണ് അല്ലേ. പിന്നെ അന്ന് ദൈവത്തിന്റെ വലിയൊരു കൃപയുടെ ദിവസമാണ്. ഒരുപാട് ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് അല്ലേ. വിശുദ്ധ ജത്രോദിന്റെ ഒക്കെ പ്രാർത്ഥനയില്ലേ, ചെറിയ പ്രാർത്ഥനയില്ല, അനേക ആത്മാക്കള് ശുദ്ധീകരണം കഴിഞ്ഞ് കർത്താവിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെതായ പല സൂചനകളും ഉണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 2 കൊരിന്ത്യർ 5:5 തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മെ ഒരുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വചനം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് എന്ന് പൗലോസ്ലീഹ പറയാം. ഈ വചനത്തിന് ഭയങ്കര അർത്ഥമുണ്ട് കേട്ടോ. ആ വചനത്തിന്റെ തുടക്കം 2 കൊരിന്ത്യർ 5:1 കിടക്കുന്ന ഇങ്ങനെയാണ്: ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോവുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തത് എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിർമ്മിതമായ ഒരു വീട് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്, ഒരു ഭവനമുണ്ട്. എന്നിട്ട് പറയാ, ഞങ്ങള് ഇവിടെ നെടുവേർപ്പെടുക, ഈ സ്വർഗീയ വസതി പിന്നെ അത് പ്രാപിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുക എന്ന് ശ്രീക പറയാണ്. ഈ നശ്വരമായ ശരീരം ഇതിന്റെയൊക്കെ അപ്പുറത്തൊരു സംഗതി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കർത്താവ് നല്ല ധൈര്യമുണ്ടെന്നൊക്കെ ശ്രീക പറയാം. ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന്റെ ഇടയ്ക്ക് പറയാണ്, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കിയതാരാന്നറിയാവോ? ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കുക. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ഞങ്ങളെ ഒരുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ദൈവം എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവിനെ മാത്രമായിരിക്കും ദൈവം ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഫോക്കസ് അതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫോക്കസ് എന്താ? നമ്മുടെ ശുശ്രൂഷ നമുക്ക് ഫോക്കസാണ്. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഫോക്കസാണ്. ഓക്കെ, നീ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് ലഭിക്കുമെന്നൊരു വചനമുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റാണ്. അതായത് ദൈവത്തിന്റെ ബാക്കി നമ്മുടെ കാര്യത്തില്. അപ്പൊ നിങ്ങൾക്ക് തന്നെ സംശയം വരും, ദൈവം വേറെ വചനമുണ്ടല്ലോ, പിന്നെ കർത്താവ് എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവാണ് അല്ലെ. നീ നടക്കുന്നതും കിടക്കുന്നതും എഴുന്നേക്കുന്നതും ഒക്കെ ഞാൻ അറിയുന്നു, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും, അത്രയും നിന്റെ കാര്യം ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതേ ബൈബിളിലുണ്ട്. സത്യമോ? അത് ശരി തന്നെയാണ്. പക്ഷെ ഞാനെല്ലാം പറയുന്നതാണ്, അതെല്ലാം അതിന്റെ രണ്ടാമത്തെ ഘടകമാണ്. ദൈവം യാക്കോബ് 4:5 പഠിപ്പിക്കുക, നിന്റെ ആത്മാവിനെ അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് പറയുന്നത്. ആത്മാവിന്റെ തിരിച്ചുവരവുകൊണ്ട് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ജനിക്കുന്ന സമയം മുതൽ നമ്മുടെ ഒരു മരണ ദിവസം ഓൾറെഡി ഫിക്സഡ് ആണ്. യേശയ്യാ 38:12 ഉണ്ടാവും. 38:12 അത് തന്നെ. അതുകൊണ്ട് വചനം വെളിപ്പെടുത്തുകയാണ്, പകലും രാത്രിയും കർത്താവിന്റെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പകലും രാത്രിയും കർത്താവ് നമ്മളെ ഒരുക്കി ആ മരണത്തിന്റെ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കല്യാണത്തിന് ഒരുക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. പുറകെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ നടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധ മാറുന്ന പോലും ഞാൻ അറിയുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിച്ച ക്യാമറ നോക്കുമ്പോൾ ഇതെങ്ങനെ അതൊക്കെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും ശ്രദ്ധ നിങ്ങൾ മാറിപ്പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധ മാറിപ്പോകാതെ ഇവിടെ ആത്മാവിനെ ഒരുക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് പലപ്പോഴും മനുഷ്യൻ എന്താ പറയുക, ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയില്ലേ? ഈ ശ്രദ്ധ മാറിപ്പോയതുപോലെ തന്നെ എന്തെന്നറിയാമോ, നമ്മളെ ആത്മാവിനെ ഒരുക്കുന്ന കാര്യം വിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോകും. ഇതാണ് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പൗലോസ്ലീഹ പറയുന്നത് ഈ ആത്മാവിനെ ഒരുക്കും, മറ്റുള്ളവരുടെ ആത്മാവ്, നമുക്ക് ദൈവം ഏൽപ്പിച്ചെന്ന ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കന്മാരുടെ ആത്മാക്കളെയൊക്കെ ഒരുക്കാനെന്നും കൂടെ നമുക്കൊരു കടപ്പാടുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അതെല്ലാം ദൈവമാണ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം പലരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും.
പലരിലൂടെ സൂചന തന്നുകൊണ്ടിരിക്കും. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പലരിലൂടെ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്തുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചില തടസ്സങ്ങൾ തന്നെ ദൈവം ഉണ്ടാക്കിയെന്ന് വരും. അങ്ങനെയുണ്ട്. ഇതെല്ലാം ദൈവം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. എല്ലാ സന്തോഷത്തിലായിരിക്കാം. ആത്മാവിനെ ഒരുക്കണം കേട്ടോ. ചിന്തിച്ചു നോക്കി, ഇന്ന് മരിച്ചാൽ നമ്മുടെ സ്ഥിതി എന്താ? നമ്മുടെ ജീവിത പങ്കാളി, നമ്മൾ സ്നേഹിക്കുന്ന മക്കള്, ചിന്തിച്ചു നോക്കി അല്ലേ? ഇത്രയും ചിന്തിച്ചാൽ ടെൻഷനാവും. അതുകൊണ്ട് എന്തായാലും പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കണം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാവോ? ആരാധന, ആരാധന, ആരാധന. കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട്, കൃപ കൊണ്ടും എല്ലാം ഞങ്ങൾ നിറയട്ടെ. കർത്താവ് എല്ലാ പൈശാചിക പീഡകളും അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും തടസ്സങ്ങളും എല്ലാം യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആദ്യമായി കർത്താവിന്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ. ഈശോയെ പ്രത്യേകം ബ്ലെസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ് സ്വർഗത്തിലായിരിക്കുന്ന ഓരോ ആത്മാക്കളും കൂടുതൽ പ്രകാശത്തിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആത്മാവിനെയും ഞങ്ങൾ വഴി രക്ഷ പ്രാപിക്കാനിരിക്കുന്ന ആത്മാക്കളെ ഒരുക്കാൻ ഒരു പ്രത്യേക കൃപ ഞങ്ങൾക്ക് നൽകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.